കാരണം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഒരു 3 hours ജേണി ഉണ്ട് എയർപോർട്ടിൽ നിന്ന് കഥാപരമായിട്ട്. അപ്പോൾ ആ 3 hours ജേണി നമുക്ക് കോട്ടയം പത്തനംതിട്ട ജില്ലയാണ്. ആ 3 hours കറക്റ്റാണ്. അതുപോലെ തന്നെ ടെറൈൻ വൈസും കോട്ടയം പത്തനംതിട്ട റബ്ബർ പരിപാടികൾ നമ്മളീ പറയുന്ന പല ക്രൈറ്റീരിയകൾ കൊണ്ടും ആ സ്പേസ് ഓക്കെയാണ്. അപ്പം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ തപ്പി ഒരെണ്ണം കണ്ടുപിടിച്ചു. അതായത് ഇവരെ കൊണ്ട് കാണിച്ചു, അമേരിക്കൻ ഷൈജുകയും കൊണ്ട് കാണിച്ചു. അവർക്കും ഭയങ്കര വർക്കായി. അപ്പം ആ ലൊക്കേഷൻ തന്നെ എന്നുള്ള രീതി ഞങ്ങൾ ഫിക്സ് ചെയ്തു. 21 ഏപ്രിലിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈ ലൊക്കേഷൻ്റെ ഓണർ, ഐ മീൻ ആ വീടുകളുടെ ഒക്കെ ഓണർ, പൂട്ടിക്കിടക്കുന്ന വീടുകളായിരുന്നു 1-2 പുള്ളി പെട്ടെന്ന് കാല് മാറി. പുള്ളി പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പല രീതിയിൽ ഞാൻ ശ്രമിച്ചു. സമീർ ഖാനോട് പറഞ്ഞാൽ വിട്ടളാം, നമുക്ക് പുള്ളിയെ ഫോഴ്സ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല, മനസ്സറിഞ്ഞ് തന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതേ സമയത്ത് തന്നെ ഇതറിയുന്നില്ല, അതേ സമയത്ത് തന്നെ മെയിൻ ആക്ടറായിട്ടുള്ള മെയിൽ ആക്ടർ വിഡ്രോ ചെയ്യുകയും ചെയ്തു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പം വീണ്ടും ഭയങ്കര അനിശ്ചിതാവസ്ഥയൊക്കെ പോയി. പ്രോജക്റ്റ് ഏകദേശം ഡ്രോപ്പ് ആവുന്നൊരു മൊമെൻ്റായി. അപ്പോൾ എന്നോട് സമീർക്ക് പറഞ്ഞിട്ട് ഇത് നടക്കാൻ ചാൻസ് കുറവാണ്, നീ വേറെ എന്തെങ്കിലും പരിപാടി ആലോചിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട്ടുള്ള ഹൈ നഷ്ടപ്പെടുന്നില്ല. വേറെ എന്തെങ്കിലും എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഒന്നും പോകണ്ട, വേറെ കഥകൾ ആലോചിക്കും, നമുക്ക് പിടിക്കാം. അങ്ങനെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പക്ഷേ എനിക്കിത് വിട്ടിട്ട് വേറെ ഒന്നും ആലോചിക്കാൻ, കാരണം ഇത്രയും നമ്മളതിലില്ലായിരുന്നു. ഈ സമയം നടക്കണം. അപ്പോൾ ഇതിൻ്റെ അതേ സമയത്ത് തന്നെ ബേസിൽ മിന്നൽ മുരളിയുടെ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ വരുമായിരുന്നു. സമീർക്കാണ് ക്യാമറ ചെയ്യുന്നത്. ബേസിൽ ഈ കഥ അറിയാം. ബേസിൽ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറ്. ബേസ് ആസ് എ ഓഡിയൻ, ആസ് എ ഡയറക്ടർ ഞാനും ലിബിനും ഉണ്ടാവും. അപ്പോൾ ബേസിൽ എപ്പോഴും പറയുന്ന ഉഗ്രൻ കഥയാണ്, ഈ സിനിമ നടക്കണം എന്നുള്ള രീതിയിൽ ബേസിൽ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറ്. അന്നൊന്നും ബേസിൽ നമ്മളെ മനസ്സില്ല കേട്ടോ ഈ ക്യാരക്ടർ, കാരണം ഏജും അതല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ബേസിന്റെ അവസ്ഥ ഇങ്ങനെയല്ലല്ലോ. അല്ല, ബേസിൽ ആസ് എൻ ആക്ടർ പടങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മിന്നൽ മുരളിലേക്ക് ഇറങ്ങി സൂപ്പർ ഹിറ്റ് അടിക്കുന്നു. അങ്ങനെ 22 ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു അവിടെ തന്നെ. സമീർക്ക് ഒരു ദിവസം രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് നസ്രിയ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഈ പരിപാടി. അപ്പോൾ നമുക്ക് തോന്നി യെസ്, അതിനൊരു ഡൈനാമിക്സിന് പോസിബിലിറ്റി ഉണ്ട്, ആ മാനറിസംസിലുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തണം, ക്യാരക്ടർ ഡൈനാമിക്സിലുള്ള ചേഞ്ചസ് വരുത്തണം. ഞാനും ലിബിനും ആ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്തു, എങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അതിന് പോസിബിലിറ്റീസ് ഉണ്ട് എല്ലാ സ്പേസിലും. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഹാപ്പി ഹവേഴ്സിന് വന്ന ഡിയർ ഫ്രണ്ട് ഉണ്ട്. ഡിയർ ഫ്രണ്ടിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും അതിൽ ഇതാണ്. അപ്പോൾ ഞാൻ നസ്രിയുടെ അടുത്ത് പോയി കഥ പറയാൻ. അപ്പോൾ നസ്രിയുടെ അടുത്ത് പോയി കഥ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പുള്ളിക്കാരുടെ റിയാക്ഷൻ എന്ന് പിടികിട്ടി, ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ എനർജിയും വ്യത്യാസമുണ്ട്, കഥ പറയുന്നതിലുള്ള നറേഷനിലുള്ള വ്യത്യാസം. അങ്ങനെ പുള്ളിക്കാരി കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് കേൾക്കാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എൻ ഓഡിയൻ പെർസ്പെക്റ്റീവ് എനിക്ക് റിയാക്ഷനിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, അതെങ്ങനെ സാധനം. അപ്പം നമ്മൾ ഇതെല്ലാം പേ ഓഫ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് ടുവേർഡ്സ് എൻ്റെ ആയപ്പോൾ എനിക്ക് പുള്ളിക്കാരുടെ സാറ്റിസ്ഫൈങ് ഫേസ് കാണാൻ പറ്റി. ഒരു ഓഡിയൻ ഫേസ് കേട്ടോ. ഇതാ ഞാൻ അഭിനയിക്കണം എന്നുള്ളതിനപ്പുറം ഒരു കാഴ്ചക്കാരൻ എന്നുള്ള ഒരു സംതൃപ്തി കിട്ടി. എനിക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരി പിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സമീർക്ക് എന്നെ വിളിച്ചിട്ടുള്ള നസ്രി ഓക്കെയാണ്, അവൾ ചെയ്യും എന്തായാലും, നമുക്ക് ഇപ്പുറത്ത് മെയിൽ വേണമല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോഴും ആ മെയിൽ ക്യാരക്ടർ എപ്പോഴും ഒരു അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ഞാൻ വേറെ കുറേ മെയിൽ ആക്ടേഴ്സിനെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഡേറ്റ് ഇഷ്യൂസും പ്രശ്നങ്ങളുണ്ട്, അവർക്ക് കുറേ പടങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പാൽത്തു ജാനുവർ ഹിറ്റ് അടിക്കുന്നു, ജയ ജയ ഹിറ്റ് അടിക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാനും ലിബിനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ടത്, എടാ ബേസിൽ ചെയ്താൽ പോലെ അത്, അവനാണെങ്കിൽ കഥയും വർക്കാണ്, നമുക്ക് എന്തായാലും നസ്രി ഇപ്പുറത്തായതുകൊണ്ട് ബേസിൽ ഓക്കെ അല്ലേ, നമുക്ക് ഏജ് ഡൗൺ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാൽ പോരെ, ഡ്രാമൈസ് ചെയ്യും. അപ്പോൾ യെസ്, ബേസിൽ ഞങ്ങൾ പ്രൊഡക്ഷനിൽ പിച്ച് ചെയ്തു. ബേസിൽ പോരെയെന്ന് ചോദിക്കുന്നു. സമീർക്ക് ഒരൊറ്റ കോൾ ചെയ്തു, ബേസിൽ ഓക്കെയാണ്. ബേസിൽ ചോദിച്ചാൽ എപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന്, നമുക്ക് മാർച്ച് ചെയ്യണം എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും സമീർക്ക് ആക്ച്വലി ആവേശം പുള്ളി സൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഷൈജുക്കയും മഞ്ഞുബെല്ലിൽ ബിസിയാണ്. അപ്പോൾ ഇവരത് കഴിഞ്ഞാലേ പോസിബിൾ ആവുള്ളൂ. അപ്പോഴും എന്നോട് പറയണ ലൊക്കേഷൻ കണ്ടുപിടിക്കും, ഇതിൻ്റെ രണ്ടുപേരും ഇന്നായിട്ട് കാര്യമില്ല, ലൊക്കേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് മാറ്റി. എന്നുവെച്ചാൽ നമുക്ക് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് മാറ്റി തപ്പുന്നു, രക്ഷയില്ല, കിട്ടുന്നില്ല. കിട്ടിയാലും പലരും തരാൻ താല്പര്യമില്ല. കാരണം നമുക്ക് 50 ദിവസം 60 ദിവസം 65 ദിവസമെങ്കിലും വരും ഷൂട്ട് ചെയ്യുക. അത് ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ വീട്ടിൽ താമസമുള്ളവരാണ്, അവർ മാറണം, അതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ അത് എങ്ങനെ പോസിബിൾ ആവും?
അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് പത്തനംതിട്ട ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുള്ള പത്തനംതിട്ട ജില്ലയിലാണ്. എല്ലാവരും NRIs ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആദ്യം കിട്ടിയത്. പക്ഷെ തരാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ലൊക്കേഷന് വേണ്ടി ആഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതേ ആഡ് കൊടുത്തു, പിന്നെ പത്രത്തിൽ ആഡ് കൊടുത്തു. അപ്പോൾ ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. 10,000 ആളുകൾ വിളിച്ചു. നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ നമ്പർ വെച്ചാൽ അവരെല്ലാവർക്കും കോൾ വരുവാണ്. അപ്പം കുറേയൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ട് തോന്നി. ഞങ്ങൾ അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും വെച്ചില്ല, എല്ലായിടത്തും കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് കോലഞ്ചേരിയിൽ, എറണാകുളം ജില്ല തന്നെയാണ്, കോലഞ്ചേരി എന്നൊരു ഇത് വരുന്നു. പുള്ളി ഒരു ലൊക്കേഷൻ മാനേജർ തന്നെയായിരുന്നു, ഇത് പരസ്യം കണ്ടിട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു സ്ഥലം കാണിക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കായി. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെയും സ്ഥലങ്ങൾ കിട്ടി, ഓപ്ഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതില്ലെങ്കിൽ അത്, അതില്ലെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ അടിക്കുന്നു ലൊക്കേഷൻ. അപ്പോൾ പിന്നെ നമ്മളിനി നസ്രിയ ബേസിൽ നിന്നുള്ള കാസ്റ്റ് വരുമ്പോൾ ഇപ്പം നമ്മളെ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് പോരാ, നമ്മൾ ഒന്നുകൂടി ഇത് മാറി ചിന്തിക്കണം. കാരണം ത്രില്ലേഴ്സിൻ്റെ ഒരു കുത്തൊഴുക്ക് കോവിഡ് കാലത്ത് വല്ലാണ്ടുണ്ടായിരുന്നു. അത് ഹാപ്പി ഹവേഴ്സിൻ്റെ ഒരു ഡിസിഷനാണ്. ആക്ച്വലി ഇതിൽ നിന്ന് മാറണം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതിനെ അവതരിപ്പിക്കാം. ആദ്യം ഡാർക്ക് മോഡലായിരുന്നു. ഡാർക്ക് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഒരു ത്രില്ലറിൻ്റെതായ സ്വഭാവത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാന്നുള്ള ഇതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബ്രൈറ്റ് സൈഡ് അതിനുണ്ട്. ഈ പറയുന്ന സ്ത്രീകൾ, പരിപാടികൾ ചുറ്റുള്ള സ്ത്രീകൾ, കാരണം അവരൊക്കെ ബ്രൈറ്റ് ലൈഫാണല്ലോ. ഒരു വീട്ടിൽ മാത്രം നടക്കുന്ന ഒരു മിസ്റ്ററിയും സീക്രറ്റുമാണ്. ബ്രൈറ്റ് സൈഡ് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിൽ തന്നെ ഉണ്ട്. പ്ലസ് ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ഹ്യൂമർ എലമെൻറ്റും കൂടി ആഡ് ഓൺ ചെയ്യണം. ഇപ്പം അന്ധാധുനൊക്കെ ഹിച്ച്കോക്കിൻ ഡ്രാമ തന്നെയാണ് പറയുന്നത്, പക്ഷേ വേറൊരു ട്രീറ്റ്മെൻറ്റ് അതിനുണ്ട്. അതുപോലെ നമുക്ക് പക്ക അങ്ങനെ വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാം. അങ്ങനെ കോപ്പി ചെയ്യണ്ട, നമുക്കൊരു വിഷ്വൽ സ്റ്റൈൽ നമ്മുടേതായ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആംഗിളിൽ അങ്ങനെ നമ്മൾ ടെക്നീഷ്യൻസിനെ എല്ലാവരെയും സമയത്ത് ഫിക്സ് ചെയ്യുന്നു. ഷരൺ ക്യാമറ, ചമൻ എഡിറ്റ്, എല്ലാവരും കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഹാപ്പി ഹവേഴ്സ് എന്നുള്ള പേരും അങ്ങനെ വരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പുതുമയുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കളക്റ്റീവായിട്ട് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ക്യാമറമാൻ എല്ലാ ദിവസവും വരും, ഷരൺ എല്ലാ ദിവസവും വരും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പുതുക്കാം, എൻഹാൻസ് ചെയ്യാമെന്നുള്ള അത് ആ ഡിസ്കഷനിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്ന സിനിമ വിഷ്വൽ പാറ്റേൺ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാപ്പി ഹവേഴ്സ് ഉണ്ട്, ഞങ്ങൾ ഫുൾ ടീമുണ്ട്. അതിങ്ങനെ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചമൻ വരും, നമുക്ക് എഡിറ്റിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ഒരു കളക്റ്റീവ് ഫേസായിട്ട് അത് ഇന്ന് കാണുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന അങ്ങനെയാണ്. എൻ്റെ വിഷ്വൽ ഈ സിനിമയുടെ അകത്ത് സ്ക്രിപ്റ്റിൽ പോലും വരുന്ന കുറേ ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ടേംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത് സിനിമയിൽ കാണിക്കുക ഗൂഗിളിലാണ്, പക്ഷേ ഇവിടെ അത് ChatGPT ആണ്. കാരണം ChatGPTയിലേക്ക് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ChatGPTയോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പ്രിയ ചോദിക്കുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് എന്നുള്ള ജനപ്രിയമായിട്ടുള്ള ഡയലോഗ് പ്ലേസ് ചെയ്യുന്നത് അവിടെയാണ് വരുന്നത്. അതുപോലെ ഫേസ്ബുക്ക് വസന്തമായിരിക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പഴമയൊക്കെ ഇഷ്ടമാണ് എന്ന് ബേസിൽ പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ശരിയാണ്, ഫേസ്ബുക്ക് പഴഞ്ചനാണ്. അതുപോലെ മറ്റേ ഫേസിൽ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ തന്തവൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശരിക്കും എത്ര ഡ്രാഫ്റ്റുകൾ കടന്നു പോയിട്ടുണ്ട്, എത്ര വട്ടം ഇത് മാറ്റി മാറ്റി. ആക്ച്വലി അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ ആ നാട്ടിൽ തന്നെ ആ 6 വീടുകൾക്കിടെ തന്നെ പല ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, 30s നിൽക്കുന്നവരുണ്ട്. അപ്പം പല ക്രൈറ്റീരിയയിലുള്ള സ്ത്രീകളാണ് എൻ്റെ വരുന്നത്. പ്രിയദർശിനിയും ഹസ്ബൻഡും ആൻ്റണിയും ഒരു ഇൻ്റർ റിലീജിയൻ മാരേജിൽ വരുന്ന അവരാണ്. സുലു ഒരു ജെൻസിയാണ് അവൾ. ഇപ്പം സുലു എന്നാണ് അവളെ വിളിക്കുന്നതെങ്കിലും അവളുടെ പേര് ഐശ്വര്യ സുലോചന എന്നാണ്, അച്ഛൻ്റെ പേരാണ് സുലോചന. അപ്പം പക്ഷേ അത് നമ്മൾ സിനിമയിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ക്യാരക്ടറൈസേഷനിൽ എഴുതിയത്.